ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 4th ചാപ്റ്ററായ വെബ് ടെക്നോളജിയെ കുറിച്ചാണ്. ഓക്കെ, ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തിനും ഏതിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവശ്യ ഘടകമാണ് ഇന്റർനെറ്റും വെബ്സൈറ്റുകളും. നിങ്ങളുടെ എക്സാം റിസൾട്ട് കാണുന്നതിനും അതുപോലെ ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനും മൂവി കാണുന്നതിനും ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതിനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനും തുടങ്ങിയ ധാരാളം പർപ്പസിന് നമ്മൾ ഡിഫറെന്റ് വെബ്സൈറ്റുകളെ ആശ്രയിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക സോഫ്റ്റ്വെയറുകളും വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലെ ഫസ്റ്റ് ഒന്ന് ടോപ്പിക്സ് നോക്കാം. ഫസ്റ്റ് വരുന്നത് വെബ് പേജ് ആണ്. എന്താണ് വെബ് പേജ്? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ് സച്ച് ആസ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ട്സ്, ആനിമേഷൻ ആൻഡ് മൂവീസ്. ആക്ച്വലി ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റുകളുടെ കളക്ഷനാണ് വെബ് പേജ്. അതായത് ഈ ഡോക്യുമെന്റ്സിൽ എന്തൊക്കെ ഉണ്ടാകാം? ടെക്സ്റ്റ് ഉണ്ടാകാം, ഗ്രാഫിക്സ് ഉണ്ടാകാം, സൗണ്ട്സ് ഉണ്ടാകാം, ആനിമേഷൻസ് ആൻഡ് മൂവീസ്. ഇത്രയും ഡോക്യുമെന്റ്സിനെ കളക്ഷനെ നമ്മൾ എന്ത് പറയുന്നത്? വെബ് പേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വെബ്സൈറ്റ് ആണ്. എന്താണ് വെബ്സൈറ്റ്? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇന്റർ കണക്റ്റഡ് വെബ് പേജസ്. പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട വെബ് പേജസിന്റെ കളക്ഷനെ നമുക്ക് എന്ത് പറയാം? വെബ്സൈറ്റ് പറയാം. അതായത് കുറെ വെബ് പേജസ് ഉണ്ടായിരിക്കും. ഈ വെബ് പേജസ് പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. ആ ഒരു കളക്ഷനെ പറയുന്ന പേരാണ് വെബ്സൈറ്റ്. നമുക്ക് നോക്കാം. ഇമേജ് ഇവിടെ ഉണ്ട്. വെബ്സൈറ്റ് ഇതാണ് ടോട്ടൽ ഏരിയ പറയുന്നത് വെബ്സൈറ്റ്. അതിനകത്ത് പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട കുറെ വെബ് പേജസ് ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? വെബ്സൈറ്റ് ആൻഡ് വെബ് പേജസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്സ് ആണ്. ഒരു വലിയ ചാപ്റ്റർ ആണ്. ഒരുപാട് ടോപ്പിക്സ് ഇതിനകത്ത് കവർ ചെയ്യാനുണ്ട്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടോപ്പിക് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ്. സെക്കൻഡ്, വെബ് സെർവർ ടെക്നോളജീസ്. തേർഡ് വൺ, വെബ് ഡിസൈനിങ്. Fourth one, static and dynamic web pages. Fifth one, scripts. Sixth one, cascading style sheets. Seventh one, basic concepts of HTML documents. And eighth one, creating an HTML document. Next one, essential HTML tags. Next one, comment tags. Next one, HTML reserved characters. Next one, adding comments in HTML document. And last one, inserting images. ഇത്രയും ടോപ്പിക്സ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനുണ്ട്. ഓക്കെ, അല്ലെ ഫസ്റ്റ് ടോപ്പിക്കായ കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ് എന്താന്ന് ഡിസ്കസ് ചെയ്യാം. ദി കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types. അതായത് വെബ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ക്ലയന്റ് ടു വെബ് സെർവർ, സെക്കൻഡ് വൺ വെബ് സെർവർ ടു വെബ് സെർവർ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ രണ്ട് ടോപ്പിക്സ്, ചെറിയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ക്ലയന്റ് എന്താണെന്നും വെബ് സെർവർ എന്താണെന്നും നോക്കാം. എന്താണ് വെബ് സെർവറും എന്താണ് ക്ലയന്റും? ഓക്കെ, അല്ല വെബ് സെർവർ പറയുന്നത് ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടർ ദാറ്റ് കീപ് ആൻഡ് സെർവ് വെബ് പേജസ് ടു ദി ക്ലയന്റ്. അതായത് വെബ് സെർവർ എന്തായിരിക്കും? ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ആയിരിക്കും. അതിനകത്ത് എന്തുണ്ടായിരിക്കും? എന്ത് കീപ്പ് ചെയ്യും? കീപ് ആൻഡ് സെർവ് വെബ് പേജസ്. വെബ് പേജസിനെ സൂക്ഷിക്കുകയും ചെയ്യും. അതുപോലെ ക്ലയന്റിന്റെ റിക്വസ്റ്റിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് അത് സെർവ് ചെയ്യും. അതിന് നമുക്ക് എന്ത് പറയുന്നത്? വെബ് സെർവർ പറയും. അതായത് വൺസ് അഗെയിൻ എ വെബ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റിന്റെ റിക്വസ്റ്റിനനുസരിച്ച് വെബ് പേജസ് സെർവ് ചെയ്യാനും അത്തരം വെബ് പേജസിനെ സൂക്ഷിച്ചു വെക്കാനും ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ആയിരിക്കും എന്ത്? ഒരു വെബ് സെർവർ. ഓക്കെ, അടുത്ത പോയിന്റ് ക്ലയന്റ് ആണ്. എന്താണ് ക്ലയന്റ്? നോക്കാം. ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ആക്സസ് വെബ് പേജസ് ത്രൂ ദി ഇന്റർനെറ്റ്. അതായത് ഇന്റർനെറ്റിലൂടെ വെബ് പേജസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളും എന്തായിരിക്കും? ക്ലയന്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഡിവൈസ് എന്തൊക്കെ ആവാം? PC ആവാം, പേഴ്സണൽ കമ്പ്യൂട്ടർ ആവാം, ലാപ്ടോപ്പ് ആവാം, സ്മാർട്ട് ഫോൺ ആവാം. ഇതൊക്കെ എന്തായിരിക്കും? ഒരു ക്ലയന്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇന്റർനെറ്റിലൂടെ വെബ് പേജസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളും നമുക്ക് പറയുന്നതാണ് ക്ലയന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി അതിൽ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് നോക്കാം. അതാണ് ക്ലയന്റ് ടു വെബ് സെർവർ. ക്ലയന്റ് ടു വെബ് സെർവർ നമുക്ക് രണ്ട് മെത്തേഡിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ വിത്ത് ഓതന്റിക്കേഷൻ, സെക്കൻഡ് വൺ വിത്തൗട്ട് ഓതന്റിക്കേഷൻ. ഓക്കെ, എന്താണ് ഫസ്റ്റ് വിത്തൗട്ട് ഓതന്റിക്കേഷൻ നോക്കാം. In without authentication, the client directly enter to the web server without any username and password. Okay, without authentication മെത്തേഡിൽ ഒരു ക്ലയന്റിന് ഡയറക്റ്റ് ആയിട്ട് വെബ് സെർവറിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. എന്തില്ലാണ്ട് വിത്തൗട്ട് എനി യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഓക്കെ, അവിടെ എന്താവശ്യമില്ല, ആർക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ഒരു വെബ്സൈറ്റിലേക്ക് കയറി ചെല്ലാം. എന്തിന്റെ ആവശ്യമില്ല, യൂസർ നെയിമിന്റെയും പാസ്വേഡിന്റെയും ആവശ്യമില്ല. അവിടെ എന്തില്ല, പ്രൊട്ടക്ഷൻ ഇല്ല. അതായത് എക്സാമ്പിൾ, നോർമലി വി നോ നീഡ് ടു എനി വാലിഡിറ്റി ചെക്ക് ഇൻ ദി കേസ് ഓഫ് ഗൂഗിൾ സെർച്ചിങ്. നമ്മൾ സാധാരണ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിളിലേക്ക് സെർച്ച് എഞ്ചിനിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു വാലിഡിറ്റി ചെക്ക് നമുക്ക് ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്യാം. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, യൂസർ നെയിമോ പാസ്വേഡോ കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിളിലേക്ക് നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഓക്കെ, അതാണ് വിത്തൗട്ട് ഓതന്റിക്കേഷൻ മെത്തേഡ് പറയുന്നത്. ഓക്കെ, അടുത്ത കേസ് നോക്കാം. ഇൻ വിത്ത് ഓതന്റിക്കേഷൻ വാലിഡിറ്റി ആവശ്യമുള്ള മെത്തേഡ്, ദി ക്ലയന്റ് നീഡ്സ് ദി യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ടു ബി സെൻഡ് ടു ദി സെർവർ. അതായത് ഓതന്റിക്കേഷൻ മെത്തേഡിൽ ക്ലയന്റിന് എന്താവശ്യമുണ്ട്, യൂസർ നെയിമും പാസ്വേഡും വേണം. മാത്രമല്ല അത് ആർക്ക് സെൻഡ് ചെയ്യണം, സെർവറിലേക്ക് സെൻഡ് ചെയ്യണം. കാരണം ആരാണോ എൻ്റർ ചെയ്യപ്പെടുന്നത് അത് കറക്റ്റായിട്ട് ആർക്ക് അറിയണം, ആ സെർവർ അറിയണം. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം, യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ദിസ് ഇൻഫോർമേഷൻ മസ്റ്റ് ബി നീഡ് ഹൈ സെക്യൂരിറ്റി. അപ്പോൾ സാധാരണ നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് സെൻഡ് ചെയ്യുമ്പോൾ നോർമൽ ടെക്സ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും എന്ത് വേണം, അതിനകത്ത് ഹൈ സെക്യൂരിറ്റി വേണം. നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം പാസ്വേഡിനും ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രോട്ടോകോളാണ് HTTPS. HTTPS മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. അത് നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം പാസ്വേഡിനെയും എൻക്രിപ്റ്റ് ചെയ്യപ്പെടും, എന്നിട്ടായിരിക്കും സെർവറിലേക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി ഈ HTTPS എന്ന പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ടെക്നോളജി ഉണ്ട്, സെക്യൂർ സോക്കറ്റ് ലെയർ, SSL എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് HTTP യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ടെക്നോളജിയാണെന്ത്, സെക്യൂർ സോക്കറ്റ് ലെയർ. ഓക്കെ, ഈ ലെയറിന്റെ മുകളിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, HTTP വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേറ്റ് വിത്ത് വെബ് ബേസ്ഡ് ബാങ്കിങ് സർവീസസ് ആൻഡ് ഇമെയിൽ സർവീസ്. ഒരു വെബ് ബേസ്ഡ് ബാങ്കിങ്ങിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെന്ത് വേണം, പേഴ്സണലായിട്ട് യൂസർ നെയിമും പാസ്വേഡും വേണം. അതുപോലെ ഇമെയിൽ സർവീസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, തീർച്ചയായിട്ടും അതിൽ എൻ്റർ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, യൂസർ നെയിമും പാസ്വേഡും വേണം. ഓക്കെ, അത്തരം കമ്മ്യൂണിക്കേഷന് പറയുന്ന പേരാണെന്ത്, വിത്ത് ഓതന്റിക്കേഷൻ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡാണ് വെബ് സെർവർ ടു വെബ് സെർവർ മെത്തേഡ്. നോക്കാം. ഇൻ ദി കേസ് ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ്, ദി മെർച്ചന്റ് സെർവർ നീഡ് ടു സെൻഡ് കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ ടു ദി എ ബാങ്ക് സെർവർ ആൻഡ് വൈസ് വേഴ്സ. അതായത് ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ കേസിൽ മർച്ചന്റ് സെർവർ ആരുമായിട്ട് കണക്ട് ചെയ്യപ്പെടേണ്ടി വരും, ബാങ്ക് സെർവറായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറെ ഇൻഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യപ്പെടേണ്ടി വരും. അങ്ങനത്തെ കേസിൽ പറയുന്ന മെത്തേഡാണെന്ന് പറയുന്നത് വെബ് സെർവർ ടു വെബ് സെർവർ. അതായത് മർച്ചന്റ് സെർവറും ബാങ്ക് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇതിന് പറയുന്ന പേരാണെന്ത്, വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന ഒരു പോയിന്റ് ആണ്. എന്താണ് പേയ്മെന്റ് ഗേറ്റ്വേ? നമ്മൾ ബാങ്കിൽ നിന്ന് മർച്ചന്റ് സെർവറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ മണി ട്രാൻസ്ഫർ ആയി നടക്കുന്നത്. ഈ മണി ട്രാൻസ്ഫർ നടക്കുമ്പോൾ വളരെയധികം സെക്യൂരിറ്റി ആവശ്യമാണ്. ഓക്കെ, നോക്കാം എന്താണ്. ഇറ്റ് ഈസ് എ സെർവർ ദാറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മർച്ചന്റ് സെർവർ ആൻഡ്
ബാങ്ക് സെർവർ. ഇൻ ദി കേസ് ഓഫ് ഓൺലൈൻ പർച്ചേസിംഗ്. ഓൺലൈൻ പർച്ചേസിന്റെ കേസിൽ മർച്ചന്റ് സെർവറും ബാങ്ക് സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണ്ട. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഹൈ സെക്യൂരിറ്റി ആവശ്യമുണ്ട്. ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സെർവറാണെന്ത്? പേയ്മെന്റ് ഗേറ്റ്വേ സെർവർ. പേയ്മെന്റ് ഗേറ്റ്വേ സെർവർ. ഓക്കെ, ഇത് മണി ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ഹൈ സെക്യൂരിറ്റി ആവശ്യമാണ്. അതുകൊണ്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പേയ്മെന്റ് ഗേറ്റ്വേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആർക്കിടയിൽ? മർച്ചന്റ് സെർവറിനും ബാങ്ക് സെർവറിനും ഇടയിൽ. ഓക്കെ, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ, പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചോളൂ ഓൺലൈൻ വഴി. ഇപ്പം നമ്മൾ ഒരു ഓർഡർ മർച്ചന്റ് സെർവറിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്ലേസ് ചെയ്യുന്ന ഓർഡർ, അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ആമസോൺ വഴി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുകയാണെന്ന് കരുതിക്കോളൂ. അപ്പം നമ്മൾ ആമസോൺ വെബ്സൈറ്റ് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആമസോണിൽ കണക്ട് ചെയ്യാൻ നമുക്ക് എന്താ ആവശ്യമില്ല? യൂസർ നെയിമോ പാസ്വേഡോ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആമസോണിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? സാധനം സെർച്ച് ചെയ്ത് കണ്ടെത്തി പർച്ചേസ് ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരു മെത്തേഡാണ്. അതിന് പറയുന്നതാണ് ക്ലയന്റ് ടു വെബ് സെർവർ. അവിടെ എന്തില്ല? ഓതന്റിക്കേഷൻ ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ആമസോൺ വെബ്സൈറ്റിലേക്ക് കയറാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് വെബ് സെർവർ ടു വെബ് സെർവർ ആണ്. അതായത് ആമസോൺ നമ്മൾ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഡയറക്റ്റ് ആയിട്ട് ആമസോൺ കൊടുക്കുന്നില്ല. നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മർച്ചന്റിന്റെ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്ത് വേണം? ബാങ്കിന്റെ സെർവറും മർച്ചന്റ് സെർവറായിട്ട് എന്തായിരിക്കണം? ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പറയുന്ന പേരാണ് വെബ് സെർവർ ടു വെബ് സെർവർ. ഓക്കെ, അപ്പോൾ മർച്ചന്റ് വെബ് സെർവറും ബാങ്ക് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ വരുന്നത്. ഇതിന് പറയുന്ന പേരാണിത് വെബ് സെർവർ ടു വെബ് സെർവർ. ഓക്കെ, ഇനി വെബ് സെർവർ ടു വെബ് സെർവർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ ക്യാഷ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വളരെയധികം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. ആ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ സെർവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് പേയ്മെന്റ് ഗേറ്റ്വേ. ഓക്കെ, ഇനി പേയ്മെന്റ് ഗേറ്റ്വേ എവിടെ പ്ലേസ് ചെയ്യുന്നത്? ഇൻ ബിറ്റ്വീൻ മർച്ചന്റ് വെബ് സെർവർ ആൻഡ് ബാങ്ക് സെർവർ. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ: വെബ് സെർവർ ടു വെബ് സെർവർ ആൻഡ് ക്ലയന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി ഓർഡർ പ്ലേസ് ചെയ്യുന്ന കേസ് നോക്കാം. യൂസർ ഒരു സാധനം ഓർഡർ ചെയ്യുന്നു. ആ ഓർഡർ മർച്ചന്റ് സെർവർ സ്വീകരിക്കുന്നു. ഓക്കെ, മർച്ചന്റ് സെർവർ പേയ്മെന്റ് ഗേറ്റ്വേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു. കൊടുത്ത ശേഷം ആ റിക്വസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എങ്ങോട്ടെത്തും? ബാങ്ക് സെർവറിലേക്ക് എത്തുന്നു. ബാങ്കിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടായിരിക്കും. ആ റെസ്പോൺസ് പേയ്മെന്റ് ഗേറ്റ്വേക്ക് എത്തുന്നു. പേയ്മെന്റ് ഗേറ്റ്വേന്റെ റെസ്പോൺസ് നേരെ മർച്ചന്റ് വെബ് സെർവറിലേക്ക് എത്തുന്നു. മർച്ചന്റ് വെബ് സെർവറിൽ നിന്ന് ആ റെസ്പോൺസ് ആർക്ക് അവൈലബിൾ ആവുന്നത്? ആരാണോ ഓർഡർ പ്ലേസ് ചെയ്ത അയാൾക്ക് അവൈലബിൾ ആവുന്നു. ഓക്കെ, പിന്നെ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല. മർച്ചന്റിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതാണ് ടോട്ടലി നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് സെർവർ ടെക്നോളജീസ് ആണ്. വെബ് സെർവറിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ടെക്നോളജീസ് അത് മെയിനായിട്ട് വെബ് സെർവർ, സോഫ്റ്റ്വെയർ പോർട്ട്, DNS സെർവർ. അതിൽ ഫസ്റ്റ് വരുന്നത് വെബ് സെർവറാണ്. വെബ് സെർവർ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഒരു ടൈം നോക്കിയതാണ്. എങ്കിലും നോക്കാം, കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കൂടുതൽ പറയാനുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാം എന്താ വരുന്നുണ്ടെന്ന്. ഫസ്റ്റ് വൺ, വെബ് സെർവർ. ഇറ്റ് ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടർ ഈസ് ആൾവേസ് സ്വിച്ച്ഡ് ഓൺ ആൻഡ് കണക്ട് ടു എ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ. ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടർ. ഒരു വെബ് സെർവർ എപ്പോഴും എന്തായിരിക്കും? ഒരു പവർഫുൾ കമ്പ്യൂട്ടർ ആയിരിക്കും. മാത്രമല്ല, ഈസ് ആൾവേസ് സ്വിച്ച്ഡ് ഓൺ, എല്ലായ്പ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെർവർ ആയിരിക്കും. മാത്രമല്ല, ആൻഡ് കണക്ട് ടു ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ. ഹൈ സ്പീഡ് ഒരു ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യപ്പെട്ട ഒരു പവർഫുൾ കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കും എന്ത്? വെബ് സെർവർ. അപ്പോൾ വെബ് സെർവർ ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടർ ഈസ് ആൾവേസ് സ്വിച്ച്ഡ് ഓൺ, എല്ലാ ടൈമും ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കും. മാത്രമല്ല, ഒരു ഹൈ സ്പീഡ് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു സെർവറിനെ പറയുന്ന പേരാണ് വെബ് സെർവർ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്സ് നോക്കാം. എ വെബ് സെർവർ ഈസ് റെഡി ടു സെർവ് വെബ് പേജസ് ഓർ സം സർവീസസ് ലൈക്ക് ഇമെയിൽ, ബ്ലോഗ്. അതായത് ഒരു വെബ് സെർവർ എല്ലായ്പ്പോഴും റെഡി ടു സെർവ് ചെയ്യാൻ റെഡി ആയിരിക്കും. എന്തൊക്കെ സെർവ് ചെയ്യാം?
വെബ് പേജസ് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിലോ ബ്ലോഗോ പോലുള്ള സർവീസുകൾ സെർവ് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന സെർവറുകളാണ് വെബ് സെർവർ. ഓക്കെ, അതായത് ഇമെയിൽ ബ്ലോഗ് പോലെ സർവീസുകളും വെബ് പേജസിനെയും സെർവ് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന സെർവറുകളുടെ പറയുന്ന പേരാണെന്ത്? വെബ് സെർവർ. ഓക്കെ, നെക്സ്റ്റ് ഒരു വെബ് സെർവറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കാം? എ വെബ് സെർവർ കൺസിസ്റ്റ്സ് ഓഫ് എന്തൊക്കെ ഉണ്ടായിരിക്കും വെബ് സെർവറിൽ? ഏതൊക്കെ ഉണ്ടായിരിക്കാം? ഫസ്റ്റ് വൺ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെക്കൻഡ് വൺ സെർവർ സോഫ്റ്റ്വെയർ, തേർഡ് വൺ സെർവർ സോഫ്റ്റ്വെയർ പാക്കേജസ്. എന്തൊക്കെ നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അത് ഏതൊരു സെർവർ വർക്ക് ചെയ്യാൻ ചെയ്യും നമുക്ക് അതിനകത്ത് വേണം OS വേണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വേണം. അത് പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. റെഡ് ഹാറ്റ്, ഓപ്പൺ സോഴ്സ്, ഡെബിയൻ, ഉബുന്റു, ഇതൊക്കെ ലിനക്സ് വേർഷനിൽ വരുന്നതാണ്. അതുപോലെ മൈക്രോസോഫ്റ്റിൽ വരുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ, ഫ്രീ BSD, ഒറാക്കിൾ സോളറൈസ്. ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അതുപോലെ സെർവർ സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും. ഏതൊക്കെ സെർവർ സോഫ്റ്റ്വെയർ? അപ്പാച്ചെ സെർവർ ഉണ്ടായിരിക്കാം, മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് ഇൻഫോർമേഷൻ സെർവർ ഉണ്ടായിരിക്കാം, ഗൂഗിൾ വെബ് സെർവർ ഉണ്ടായിരിക്കാം, ആൻഡ് എൻജിനിക്സ്. ഇതൊക്കെ വരുന്ന സെർവർ സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, പിന്നെ സെർവറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെർവർ സോഫ്റ്റ്വെയർസ് വേണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെർവർ സോഫ്റ്റ്വെയർ പാക്കേജസ് ആണ്. ഏതൊക്കെ പാക്കേജ് വരാം? FTP, നമുക്കറിയാം, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യുന്ന പാക്കേജസ് വേണം, ഇമെയിലിന് സപ്പോർട്ട് ചെയ്യുന്ന പാക്കേജസ് വേണം, DNSന് സപ്പോർട്ട് ചെയ്യുന്ന പാക്കേജസ് വേണം, ആൻഡ് ഡാറ്റാബേസ് സപ്പോർട്ട് ചെയ്യുന്ന പാക്കേജസ് വേണം. ഇത്രയും എന്തുണ്ടായിരിക്കും? സെർവർ സോഫ്റ്റ്വെയർ പാക്കേജസ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ്വെയർ പോഡ്സ് ആണ്. ഓക്കെ, സോഫ്റ്റ്വെയർ പോഡ്, ഇറ്റ് ഈസ് ആൻ ഐഡന്റിഫൈങ് മെത്തേഡ് ഓഫ് ഡിഫറെന്റ് സർവീസസ് ഓഫ് വെബ് സെർവർ such as email, FTP, HTTP, etc. ഓക്കെ, അതായത് വെബ് സെർവർ നമുക്ക് തരുന്ന ഡിഫറെന്റ് സർവീസുകൾ, അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? സോഫ്റ്റ്വെയർ പോഡ്. വൺസ് അഗെയിൻ, വെബ് സെർവർ നമുക്ക് തരുന്ന ഡിഫറെന്റ് സർവീസുകൾ, അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണെന്ത്? സോഫ്റ്റ്വെയർ പോഡ്സ്. സർവീസുകൾ എന്തൊക്കെയായിരിക്കാം? ഇമെയിൽ സർവീസ് ആയിരിക്കാം, FTP ആയിരിക്കാം, HTTP ആയിരിക്കാം. ഇത്ര സർവീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് പറയുന്ന പേരാണിത് സോഫ്റ്റ്വെയർ പോർട്ട്. ഓക്കെ, ഇത്രയും സോഫ്റ്റ്വെയർ പോർട്ട്സ് എന്തായിരിക്കും? യൂണിക് നമ്പേഴ്സ് ആയിരിക്കും. ഓരോ സർവീസിനും അതിൻ്റെതായ ഓരോ യൂണിക് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പം നമുക്ക് ടാബിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഓരോ ടാബിൽ ഡിഫറെന്റ് പോർട്ട് നമ്പറും ഉണ്ട്, അതുപോലെ അതിന്റെ സർവീസസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പോർട്ട് നമ്പർ 20 and 21 സപ്പോർട്ട് ചെയ്യുന്നത് FTP സർവീസ് ആണ്. അതായത് FTP നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പോർട്ട് നമ്പർ എന്തായിരിക്കും? 20 and 21 ആയിരിക്കും. ഓക്കെ, അതുപോലെ സെക്യൂർ ഷെൽ എന്ന പ്രോട്ടോകോൾ എന്ന ഇത് നമ്മൾ സർവീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പോർട്ട് നമ്പർ ആയിരിക്കും 22. ഓക്കെ, അതുപോലെ 25 എന്ത് റെപ്രസെന്റ് ചെയ്യുന്നതാണ്? SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ആ ഒരു സർവീസ് റെപ്രസെന്റ് ചെയ്യുന്നത് 25 എന്ന പോർട്ട് നമ്പറിലാണ്. നെക്സ്റ്റ് 53 ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് DNS, ഡൊമൈൻ നെയിം സിസ്റ്റം സർവീസ്. ആ സർവീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് 53 എന്ന പോർട്ട് നമ്പർ. ആൻഡ് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന സർവീസിനെ സപ്പോർട്ട് ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ 80. നെക്സ്റ്റ് 110 എന്ന പോർട്ട് നമ്പർ POP3, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന സർവീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ 443 HTTPS നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ആ ഒരു സർവീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പറാണ് 443. ഓക്കെ, ഇത്രയാണ് പോർട്ട് നമ്പേഴ്സ്. ഓക്കെ, അടുത്ത സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് DNS സെർവറിനെ കുറിച്ചാണ്. എന്താണ് DNS സെർവർ? ഓക്കെ, DNSന്റെ ഫുൾ ഫോം വരുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം ആണ്. ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ട് ടേംസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഡൊമൈൻ നെയിം എന്താണെന്നും IP അഡ്രസ് എന്താണെന്നും. ഫസ്റ്റ് നമുക്ക് ഡൊമൈൻ നെയിം എന്താ നോക്കാം. ഇന്റർനെറ്റിൽ ധാരാളം കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. ഇത്തരം എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡൊമൈൻ നെയിം. ഓക്കെ, എല്ലാ ഡൊമൈൻ നെയിമിനും അതിൻ്റെതായ കറസ്പോണ്ടിങ് എന്തുണ്ടായിരിക്കും? IP അഡ്രസ് ഉണ്ടായിരിക്കും. അതായത് ഓരോ ഡൊമൈൻ നെയിമിന്റെ അണ്ടറിലും
അതിൻ്റെതായ IP അഡ്രസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ ഒരാളുടെ നെയിം മൊബൈൽ സ്റ്റോർ ചെയ്യുമ്പോൾ അയാളുടെ ഫോൺ നമ്പറും അതിന് കൂടെ അയാളുടെ നെയിമും കൂടെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ആ ഫോണിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ആളുടെ നെയിമും അതുപോലെ അയാളുടെ ഫോൺ നമ്പറും തമ്മിലുള്ള ബന്ധമാണ് എന്ത്? ഡൊമൈൻ നെയിമും IP അഡ്രസ് തമ്മിലുള്ള ബന്ധം. ഓക്കെ, ഇനി ഡൊമൈൻ നെയിം സെർവറെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. എ DNS സെർവർ runs a networking software that control a database of domain name and IP addresses. It returns the IP address of domain name requested by the client computer. It has root server and subdomains. Okay, discuss here. A DNS server runs a networking software. ഒരു നെറ്റ്വർക്കിംഗ് സോഫ്റ്റ്വെയറിനെ റൺ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു DNS സെർവർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനി എന്താ ചെയ്യുന്നത്? ദാറ്റ് കൺട്രോൾ ഡാറ്റാബേസ് ഓഫ് ഡൊമൈൻ നെയിം ആൻഡ് IP അഡ്രസ്. ഞാൻ പറഞ്ഞു, എല്ലാ ഡൊമൈനും അതിൻ്റെ എന്തുണ്ടായിരിക്കും? IP അഡ്രസ് ഉണ്ടായിരിക്കും. ഈ ഡൊമൈൻ നെയിമിനെയും IP അഡ്രസിനെയും മാനേജ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ഡൊമൈൻ നെയിം സിസ്റ്റം സെർവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതെന്താ ചെയ്യുന്നത് നോക്കാം. ഇറ്റ് റിട്ടേൺസ് ദ IP അഡ്രസ് ഓഫ് ഡൊമൈൻ നെയിം requested by the client's computer. ക്ലയന്റ് കമ്പ്യൂട്ടർ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആവശ്യമുള്ള ഡൊമൈൻ നെയിമിന്റെ IP അഡ്രസ് റിട്ടേൺ ചെയ്യും. ആർക്ക്? ക്ലയന്റ് കമ്പ്യൂട്ടറിന്. അതായത് ക്ലയന്റ് കമ്പ്യൂട്ടർ ഒരു IP അഡ്രസ് വേണം ചോദിച്ചു കഴിഞ്ഞാൽ അത് IP അഡ്രസ് എവിടെ സെർച്ച് ചെയ്യും? DNS സെർച്ച് ചെയ്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? IP അഡ്രസ് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും? ക്ലയന്റ് കമ്പ്യൂട്ടറിന് സെൻഡ് ചെയ്യും. അതാണ് ആര് ചെയ്യുന്നത്? DNS ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയുന്നത് ഇറ്റ് ഹാസ് റൂട്ട് സെർവർ ആൻഡ് സബ് ഡൊമൈൻസ്. അതായത് DNS സെർവറിൽ എന്തുണ്ടായിരിക്കും? ഒരു റൂട്ട് സെർവർ ഉണ്ടായിരിക്കും. എല്ലാ IP അഡ്രസിനെയും എല്ലാ ഡൊമൈൻ നെയിംസിനെയും സ്റ്റോർ ചെയ്യുന്ന ഒരു സെർവർ ഉണ്ടായിരിക്കും. അതാണെന്ത്? റൂട്ട് സെർവർ. അതിന് സബായിട്ട് എന്തായിരിക്കും? കുറെ സബ് ഡൊമൈൻസും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് DNS സെർവറിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. How DNS searches and locate the IP address of a domain name. ഒരു ഡൊമൈൻ നെയിം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡൊമൈൻ നെയിമിന്റെ കറസ്പോണ്ടിങ് IP അഡ്രസ് നമുക്ക് എങ്ങനെയാണ് അവൈലബിൾ ആവുന്നത്? ഓക്കെ, അത് കുറച്ച് സ്റ്റെപ്പുകൾ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ആ സ്റ്റെപ്പ് 1 by 1 ആയി നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റെപ്പ് 1 എന്താ നോക്കാം. അതായത് ഈ സിറ്റുവേഷൻ വരുന്നത്, നിങ്ങൾ ഒരു URL ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ആണ് ഇവിടെ പറയുന്നത്. നോക്കാം. സ്റ്റെപ്പ് 1. ഫസ്റ്റ്ലി ദി ബ്രൗസർ സെർച്ച് ദി IP അഡ്രസ് ഇൻ ഇറ്റ്സ് ലോക്കൽ മെമ്മറി. ഓക്കെ, നമ്മളെ ബ്രൗസർ ഉണ്ടായിരിക്കും. ഈ ബ്രൗസർ എന്ത് കിട്ടണം? IP അഡ്രസ് കിട്ടണം. എങ്കിലേ ആ സിസ്റ്റമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഡൊമൈനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈമിൽ ബ്രൗസർ അതിന്റെ ലോക്കൽ മെമ്മറി അല്ലെങ്കിൽ ക്യാഷ് മെമ്മറിയിൽ ഉദ്ദേശിച്ച IP അഡ്രസ് ഉണ്ടോ ഇല്ലയോ നോക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ബ്രൗസറിന്റെ ക്യാഷ് മെമ്മറിയിൽ ഈ IP അഡ്രസ് വരും നോക്കാം. ദി ലോക്കൽ ഓർ ക്യാഷ് മെമ്മറി സ്റ്റോർ ദി IP അഡ്രസ് ഓഫ് റീസെന്റ്ലി വിസിറ്റഡ് വെബ്സൈറ്റ്സ്. നമ്മൾ തൊട്ട് മുന്നേ വിസിറ്റ് ചെയ്ത എല്ലാ വെബ്സൈറ്റിന്റെയും IP അഡ്രസ് എവിടെ ഉണ്ടായിരിക്കും? ബ്രൗസറിന്റെ ലോക്കൽ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ബ്രൗസറിന്റെ ക്യാഷ് മെമ്മറിയിൽ നമ്മൾ ഉദ്ദേശിച്ച IP അഡ്രസ് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഇഫ് ഇറ്റ് ഫൗണ്ട് ദർ, അവിടെ നിന്ന് ആ IP അഡ്രസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബ്രൗസർ എന്ത് ചെയ്യും? ആ IP അഡ്രസിനെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ അതർവൈസ് ഗോ ടു സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ടൈമിൽ ബ്രൗസറിന്റെ ക്യാഷ് മെമ്മറിയിൽ ഉദ്ദേശിച്ച IP അഡ്രസ് ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അത് യൂസ് ചെയ്തോളും. ഇല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ്, സെർച്ച് ദി IP അഡ്രസ് ഇൻ ലോക്കൽ ക്യാഷ് മെമ്മറി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ക്യാഷ് മെമ്മറിയിൽ നമ്മൾ ഉദ്ദേശിച്ച IP അഡ്രസ് ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇഫ് ഇറ്റ് വിൽ യൂസ്. അവിടെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും. അതർവൈസ് ഗോ ടു തേർഡ് സ്റ്റെപ്പ്. അല്ലെങ്കിൽ എങ്ങോട്ട് പോകും? അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഈ തേർഡ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കും നോക്കാം. സെർച്ച് ദി IP അഡ്രസ് ഇൻ DNS സെർവർ ഓഫ് ദി ലോക്കൽ ISP. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ലോക്കൽ DNS ഉണ്ടായിരിക്കും. ആ ലോക്കൽ DNSൽ
നമ്മൾ ഉദ്ദേശിച്ച IP അഡ്രസ് ഉണ്ടോ നോക്കും. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നൽകുന്ന ലോക്കൽ DNSകൾ ഉണ്ടായിരിക്കും. ആ ലോക്കൽ DNSൽ നമ്മൾ ഉദ്ദേശിച്ച IP അഡ്രസ് ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് എടുത്തോളും. ഇല്ലെങ്കിൽ there is no go to step 4. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4 എന്താ വർക്ക് ചെയ്യുന്നത് നോക്കാം. ദെൻ സെർച്ച് ദി റൂട്ട് സെർവർ. അതായത് DNSൽ ഇല്ല, അപ്പൊ എങ്ങോട്ട് പോകും? റൂട്ട് സെർവറിലേക്ക് പോകും. റൂട്ട് സെർവർ ഇല്ലാത്ത IP അഡ്രസ് ഉണ്ടാവില്ല. അപ്പോൾ അത് ആ IP അഡ്രസ് കിട്ടുന്നത് വരെ റൂട്ട് സെർവറിൽ സെർച്ച് ചെയ്യും. ഓക്കെ, ഇനി IP അഡ്രസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യുന്നു. DNS സെർവർ റിട്ടേൺ ദി IP അഡ്രസ്. നമ്മൾ DNS സെർവർ ആരാണോ ആ IP അഡ്രസ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ IP അഡ്രസ് അയാൾക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. റിട്ടേൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ക്ലയന്റിന് അല്ലെങ്കിൽ ബ്രൗസറിന് IP അഡ്രസ് ഉദ്ദേശിച്ച IP അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ദി ബ്രൗസർ കണക്ട് ടു ദി വെബ് സെർവർ യൂസിംഗ് ദി IP അഡ്രസ്. ആ IP അഡ്രസ് ഉപയോഗിച്ചിട്ട് ബ്രൗസർ എങ്ങോട്ട് കണക്ട് ചെയ്യും? വെബ് സെർവറായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ദെൻ ദി വെബ് പേജ് ഡിസ്പ്ലേഡ് ഇൻ ദി ബ്രൗസർ വിൻഡോ. അതോടുകൂടി ആ ബ്രൗസർ വിൻഡോയിൽ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അതർവൈസ് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇറ്റ് റിട്ടേൺസ് ദി മെസ്സേജ് സെർവർ നോട്ട് ഫൗണ്ട്. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വെബ്സൈറ്റ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് ടൈമിൽ അത് ബ്രൗസറിന്റെ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോ നോക്കും. ഇല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോ നോക്കും. ഇല്ലെങ്കിൽ ലോക്കൽ DNS സെർവറിൽ ഉണ്ടോ നോക്കും. അതുമില്ലെങ്കിൽ എവിടെ ഉണ്ടായിരിക്കും? റൂട്ട് സെർവർ ഉണ്ടായിരിക്കും. റൂട്ട് സെർവർ കിട്ടുന്നത് വരെ IP അഡ്രസ് കിട്ടുന്നത് വരെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ ആ IP അഡ്രസ് ആർക്ക് റിട്ടേൺ ചെയ്യും? ബ്രൗസറിന് റിട്ടേൺ ചെയ്യും. അതായത് ക്ലയന്റ് ബ്രൗസറിന് റിട്ടേൺ ചെയ്യും. ക്ലയന്റ് ബ്രൗസറിന് IP അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രൗസറും സെർവറുമായിട്ട് ഒരു കണക്ഷൻ വരും. കണക്ഷൻ വന്ന ഉടനെ ആ പേജ് എവിടെ ഡിസ്പ്ലേ ചെയ്യും? ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യും. ഇനി IP അഡ്രസ് കിട്ടിയില്ല, അപ്പൊ എന്ത് റിട്ടേൺ ചെയ്യും? ദി മെസ്സേജ് സെർവർ നോട്ട് ഫൗണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് ICANN ആണ്. ICANN മീൻസ് ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ ദാറ്റ് മാനേജ് ദി റൂട്ട് സെർവേഴ്സ് ഇൻ ദി വേൾഡ്. ലോകത്തിലുള്ള എല്ലാ റൂട്ട് സെർവറിനെയും മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ICANN. ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വെബ് ഡിസൈനിങ് എന്ന ടോപ്പിക്കാണ്. ദർ ആർ മെനി വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ആർ അവൈലബിൾ. നമുക്ക് ധാരാളം വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റ്. ഓക്കെ, പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയർ എക്സാമ്പിൾസ് താഴെ പറഞ്ഞിട്ടുണ്ട്. ബ്ലൂ ഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, അഡോബ് ഡ്രീം വീവർ, മൈക്രോസോഫ്റ്റ് എക്സ്പ്രഷൻ വെബ് എക്സെട്ര. ഇതൊക്കെ നമ്മൾ കോമൺ ആയി പോപ്പുലറായി ഉപയോഗിക്കുന്ന വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് ടൈപ്സ് ഓഫ് വെബ് പേജസ് ആണ്. നമുക്ക് വെബ് പേജിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് വെബ് പേജസ്, സെക്കൻഡ് വൺ ഡൈനാമിക് വെബ് പേജ്. വെരി സിമ്പിൾ എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് വെബ് പേജസ് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഡൈനാമിക് പേജസ് റണ്ണിങ് ടൈമിൽ ചേഞ്ച് ചെയ്യാം. ഇതാണ് സ്റ്റാറ്റിക് പേജും ഡൈനാമിക് പേജസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഓക്കെ, ഇനി കുറച്ച് ഡിഫറൻസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് സ്റ്റാറ്റിക് പേജസും ഡൈനാമിക് പേജസും മറ്റുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ദി കണ്ടന്റ് ആൻഡ് ലേഔട്ട് ആൾവേസ് ഫിക്സഡ്. അതായത് സ്റ്റാറ്റിക് പേജിൽ കാണുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ലേഔട്ട് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അതായത് ലേഔട്ട് മീൻസ് അതിന്റെ അറേഞ്ച്മെന്റ്സ് ഫുൾ ടൈം ഒരേപോലെ ആയിരിക്കും. എവിടെ കാണുന്നത്? സ്റ്റാറ്റിക് പേജസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഡൈനാമിക് പേജസ് നോക്കാം. ദി കണ്ടന്റ് ആൻഡ് ലേഔട്ട് മേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം. വെബ് പേജ് റൺ ചെയ്യുന്ന ടൈമിൽ അതിൽ കണ്ടന്റ് ചേഞ്ചസ് വരാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. നെക്സ്റ്റ് വന്നത്, ഇൻ സ്റ്റാറ്റിക് വെബ് പേജസ് നെവർ യൂസ് ഡാറ്റാബേസ്. സ്റ്റാറ്റിക് പേജസിൽ എന്ത് യൂസ് ചെയ്യുന്നില്ല? ഡാറ്റാബേസുകൾ യൂസ് ചെയ്യുന്നില്ല. ബട്ട് ഡൈനാമിക് പേജിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത്, സ്റ്റാറ്റിക് പേജസ് ഡയറക്ട്ലി റൺ ഓൺ ദി ബ്രൗസർ, നോ നീഡ് എനി സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമുക്ക് ആവശ്യമില്ല സ്റ്റാറ്റിക് പേജസ്
റൺ ചെയ്യാൻ. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രൗസറിൽ വർക്ക് ചെയ്തോളും. അതാണ് ഒരു പ്രത്യേകത. അടുത്ത പോയിന്റ്, ഡൈനാമിക് പേജസിൽ റൺസ് ഓൺ ദി സെർവർ സൈഡ് ആപ്ലിക്കേഷൻ. സെർവർ സൈഡിലെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലാണ് ഡൈനാമിക് പേജസ് റൺ ചെയ്യുന്നത്. അതിന് റിസൾട്ട് മാത്രം എങ്ങോട്ട് സെൻഡ് ചെയ്യും? ക്ലയന്റിലേക്ക് സെൻഡ് ചെയ്യും. അതായത് ഡൈനാമിക് പേജസ് വർക്ക് ചെയ്യുന്ന എവിടെയാണ്? സെർവർ സൈഡ് പ്രോഗ്രാമിലായിരിക്കും. ഓക്കെ, എന്നിട്ട് അതിന്റെ റിസൾട്ട് മാത്രം എങ്ങോട്ട് സെൻഡ് ചെയ്യും? ക്ലയന്റിലേക്ക് സെൻഡ് ചെയ്യും. അതാണ് ഡൈനാമിക് പേജസിലെ ഒരു വ്യത്യാസം. ലാസ്റ്റ് പോയിന്റ്, സ്റ്റാറ്റിക് പേജസ് ഡെവലപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. ബട്ട് ഡൈനാമിക് പേജസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി റിക്വയർ പ്രോഗ്രാമിംഗ് സ്കിൽ. നമുക്ക് എന്താ ആവശ്യമുണ്ട്? പ്രോഗ്രാമിംഗ് കപ്പാസിറ്റി നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് സ്റ്റാറ്റിക് പേജസും ഡൈനാമിക് പേജസും ഉള്ള ഡിഫറൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.